നമ്മളിന്നൊരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഈ ചൂട്ടത്ത് കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസ്. അതിനുള്ള നമ്മുടെ നാരങ്ങ നോക്ക്, എന്താ കുഞ്ഞ് മധുര നാരങ്ങ പോലത്തെ കുഞ്ഞ് നാരങ്ങ, നല്ല ടേസ്റ്റാണ്. ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ 2 നാരങ്ങ മുറിച്ചെടുക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചൊന്നുമല്ല കേട്ടോ, നമ്മുടെ ഒരു ക്ലോസ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ്. വേണ്ട അടിപൊളി ജ്യൂസ് ഉണ്ടാക്കാൻ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവർ നമുക്ക് തന്നതാണ്. കുറച്ചധികം ഉണ്ടായിരുന്നു. കഴിഞ്ഞു. നമുക്ക് പിഴിഞ്ഞെടുക്കാം. പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. ഇത് കുരു വീഴാണ്ട് നമുക്ക് എടുക്കാം. നമുക്ക് കുരു വീഴുന്ന പ്രശ്നമില്ല. പിഴിഞ്ഞ് ജ്യൂസ് എടുക്കട്ടെ കേട്ടോ. നല്ലോണം ഇതുപോലെ ഇത് കൈ കൊണ്ട് പിഴിഞ്ഞാലും നല്ല സൂപ്പറായിട്ട് വരും. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിനേക്കാളും നന്നായിട്ട് കൈ കൊണ്ട് പിഴിഞ്ഞാലേ വരിക ശരിക്കും. ഇത് കണ്ടേ, മറ്റേ നാരങ്ങ പിഴിയണ അത്ര ബുദ്ധിമുട്ടില്ല. തൊലിയൊക്കെ ഭയങ്കര സോഫ്റ്റ് ഇതിൻ്റെ. അപ്പോൾ നന്നായിട്ട് ഈസി ആയിട്ട് പിഴിയാൻ പറ്റും. അപ്പോൾ ഇത് പിഴിഞ്ഞെടുക്കട്ടെ. അതിലെ കൂടെ പിഴിയണേക്കാളും നല്ലത് ഇതുകൊണ്ട് കൈ കൊണ്ട് തന്നെ പിഴിയണതാണ്. നമ്മുടെ കൈ തന്നെയാണ് നമുക്ക് നല്ലത്. അങ്ങനെ ലൈറ്റ് കളർ ഓറഞ്ച് കളറാണ് അതിൻ്റെ ജ്യൂസ്. ഒരു ലൈറ്റ് ഓറഞ്ചാണ്. ഇത്രയും ജ്യൂസ് കിട്ടി. നമുക്ക് വെള്ളം ഒഴിക്കാം. ഇത്രയ്ക്ക് വെള്ളം ഒഴിച്ചു. നമുക്ക് കുറച്ചിലേക്ക് നന്നാരി സിറപ്പ് ഒഴിക്കാം. നന്നാരിയുടെ സിറപ്പ് നമ്മൾ ആര്യവൈദ്യ ഫാർമസിയുടെ നന്നാറി കേട്ടോ, നല്ലതാണ്. അതൊഴിക്കാം. നമുക്ക് കുറച്ച് സോഡയും കൂടി വയ്ക്കാം. മധുരം വേണ്ട ആൾക്കാർക്ക് മധുരം ചേർക്കാം, പക്ഷേ ഈ നന്നാറിയിൽ മധുരം ഉണ്ട്. നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസാട്ടോ. നല്ല റിഫ്രഷിംഗ് ആയിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും.